പൂക്കികളെ സൂക്ഷിച്ചു. വാഹനങ്ങളുടെ രൂപമാറ്റത്തിൽ കോളടിച്ചിരിക്കുകയാണ് സർക്കാരിന്. 44 ദിവസത്തിനിടെ പിഴയിട്ടത് 1 കോടി രൂപയാണ്. അടിപൊളി. വി ഡി സതീശൻ മേനോൻ ചേട്ടൻ ആദ്യമായിട്ട് കൈയെഴുന്നേരുന്നു. എന്റെ പൊന്നു പൂക്കി പിള്ളേരെ, പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് പലതും പറയും, വോട്ട് കിട്ടാൻ വേണ്ടി പലതും പറയും. അതൊക്കെ കഴിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ അവർ പലതും ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ വണ്ടിയിലെ സൈലൻസർ ഊരുക, അതിന് കടകട ശബ്ദം ഉണ്ടാക്കുക, അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നീ പറയുന്ന കലാപരിപാടിക്കൊക്കെ നിന്നിട്ടുണ്ട് എങ്കിൽ നല്ല പണി കിട്ടും. 44 ദിവസത്തിനിടെ 1 കോടി പിഴ. LDF ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയൊന്നും പിഴ പിരിച്ചിട്ടുണ്ടാവില്ല. ഇത് 8ന്റെ പണി. എനിക്ക് തോന്നുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ ഒരു പ്രത്യേക ചിരി ഉണ്ടല്ലോ, എനിക്ക് കിട്ടൂല, മൂപ്പരെ മാത്രം മാസ്റ്റർ ക്ലാസ് സാധനമാണത്. അങ്ങനത്തെ ഒരു ചിരി ഇരിച്ചിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കാണിച്ചു കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാരും കൂടി സൈലൻസർ ഊരുണു. എന്താ പറയാ, പട്ടാപ്പട സൈലൻസർ വേറെ ഫിറ്റ് ചെയ്യുന്നു, ശബ്ദം ഉണ്ടാക്കി പോണു, ഉള്ള സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുന്നു. കുടുങ്ങി, മണിങ്ങി, പാളീസായി, പെട്ട് പച്ച മലയാളത്തില്. അതാണ് ഇപ്പൊ കാണുന്നത്. ഒന്ന് കണ്ടോക്കിയേ. 6.35 ലക്ഷം രൂപയാണ് മെയ് മാസത്തെ പിഴത്തുക. 71.5 ലക്ഷം രൂപ മെയ് മാസം പിഴ ലഭിച്ചവരിൽ നിന്ന് ഈടാക്കാനുണ്ട്. ജൂണിൽ ഇതുവരെ 480 കേസുകളായി 14 ലക്ഷം രൂപ പിഴ നൽകി. മോഡിഫിക്കേഷൻ വരുത്തിയാൽ പിടി വീഴില്ലെന്ന് കരുതി രൂപമാറ്റം വരുത്തുന്നത് വർദ്ധിച്ചിട്ടുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഇനിയിപ്പോ റഹീസ് ഒന്നും വരണ്ട, 8ന്റെ പണി കിട്ടി, അനുഭവിച്ചോളെ.